സമുദായ നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അത് കേട്ടിരിക്കേണ്ട ബാധ്യത രാഷ്ട്രീയ നേതാക്കൾക്കില്ല. പക്ഷേ ഭൂരിപക്ഷം രാഷ്ട്രീയ നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരെ തൊട്ടുനോവിക്കാത്തവരാണ്. അവർ പിണങ്ങിയാൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമോ എന്ന് ഭയപ്പെടുന്നവരാണ് അക്കൂട്ടർ. എന്നാൽ സമുദായ നേതാക്കൾ തെറ്റ് ചെയ്താൽ മുഖത്തു നോക്കി വിമർശനം ഉന്നയിക്കുന്ന ചുരുക്കം ചില നേതാക്കളുമുണ്ട്. വി.ഡി. സതീശൻ, വി.എം. സുധീരൻ എന്നീ നേതാക്കളെ നാം ആ ഗണത്തിലാണ് പെടുത്തുന്നത്. സതീശനോട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കുള്ള അമർഷം എല്ലാവർക്കും അറിയാം. ഇന്നലെ മുഖ്യമന്ത്രി സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് സുകുമാരൻ നായർ ഉയർത്തിയത്. കഴിഞ്ഞ 10 വർഷക്കാലവും പിണറായിക്കെതിരെ കമ എന്ന് മിണ്ടാത്തയാളാണ് സുകുമാരൻ നായർ. പക്ഷെ സതീശനെ ഒരു കാരണവുമില്ലാതെ വ്യക്തിപരമായി അവഹേളിക്കുന്നത് പതിവാക്കിയിരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി. ഇന്നലെ നടന്ന NSS ബജറ്റ് യോഗത്തിൽ സതീശൻ അഹങ്കാരിയാണെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി നിഷേധിച്ചതാണ് കാരണം. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകിയ നിവേദനത്തിന് തുടർച്ചയായിട്ടായിരുന്നു കൂടിക്കാഴ്ച ആലോചിച്ചത്. എന്നാൽ കൂടിക്കാഴ്ച ഉടനെ വേണ്ടെന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചത്. ഇതാണ് സുകുമാരൻ നായരെ ചൊടിപ്പിച്ചത്. സമുദായ നേതാക്കളുടെ തിണ്ണം നിരങ്ങാൻ പോകില്ലെന്ന പഴയ പരാമർശം ഉയർത്തിയായിരുന്നു പ്രതികരണം. പുതിയ മുഖ്യമന്ത്രി അഹങ്കാരിയാണ്. പണ്ട് NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കാണാനായി കാത്തുനിന്ന വ്യക്തിയാണ് നിലപാട് മാറ്റി അഹങ്കാരിയായ മുഖ്യമന്ത്രിയെ മാറിയിരിക്കുന്നതെന്ന് സുകുമാരൻ നായർ ബജറ്റ് യോഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചത് വലിയ നാണക്കേടാണ് സുകുമാരൻ നായർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇനി മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കാനില്ലെന്ന് വരെ പറയാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം വിമർശനം ഉണ്ടായിട്ടും കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിച്ചു കണ്ടില്ല. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പ്രതികരണം ചോദിച്ചപ്പോൾ തനിക്ക് അതേക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ആദ്യം നൽകിയ മറുപടി. പിന്നീട് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് താൻ ആരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും ഇന്ന് 2 മാവോയിസ്റ്റുകളുമായി വരെ കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു പ്രതികരണം. മുഖ്യമന്ത്രിയെ അഹങ്കാരി എന്ന് വിളിച്ചത് ശരിയായില്ലെന്ന് പറയാൻ ചെന്നിത്തലയ്ക്ക് ധൈര്യമുണ്ടായില്ല. കാരണം സുകുമാരൻ നായർക്ക് ഏറെ വേണ്ടപ്പെട്ടയാളാണ് ചെന്നിത്തല. 2014 സുകുമാരൻ നായരുടെ പിടിവാശിയെ തുടർന്ന് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയത് കേരളം മറന്നിട്ടില്ല. ആ കടപ്പാട് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ സുകുമാരൻ നായർക്ക് നിമിഷ നേരത്തിനുള്ളിൽ ശക്തമായ മറുപടി പറയാൻ ധൈര്യം കാട്ടിയ ഒരു നേതാവുണ്ട്. അത് ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമായ കോൺഗ്രസ് നേതാവ് രാജു പി. നായരാണ്. പിണറായി വിജയനെ പോലും മലയാളികൾ ചെണ്ട കൊട്ടി പുറത്താക്കി. എന്നിട്ടും NSSകാർക്ക് ബോധം വെച്ചില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് വീണ്ടും പോപ്പായത്രേ. ആ സാമ്രാജ്യം പെരുന്നയിൽ മാത്രം എടുത്താൽ മതി, മുഖ്യമന്ത്രിയിലേക്ക് എടുക്കണ്ട. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള രാജു പി. നായരുടെ പ്രതികരണം. ഇന്നലത്തെ NSS യോഗത്തിൽ സുകുമാരൻ നായരെ വീണ്ടും ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതിനെ കൂടി പരിഹസിച്ചായിരുന്നു മറുപടി. ഈ പ്രതികരണത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ കയ്യടിയാണ് ലഭിക്കുന്നത്. ആണൊരുത്തൻ എന്നാണ് രാജു പി. നായരെ സോഷ്യൽ മീഡിയയിൽ അഭിനന്ദിക്കുന്നത്. രാജു പി. നായർ എന്ന പേര് തന്നെയാണ് അതിന് കാരണം. തൻ്റെ പാർട്ടി നേതാവായ മുഖ്യമന്ത്രിയേക്കാൾ വലുതല്ല തൻ്റെ സമുദായ നേതാവെന്ന ശക്തമായ സന്ദേശമാണ് രാജു പി. നായർ പ്രതികരണത്തിലൂടെ നൽകിയത്. എറണാകുളം ജില്ലയിലെ വി.ഡി. സതീശന്റെ ഉറച്ച അനുയായി കൂടിയാണ് രാജു പി. നായർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സതീശനെതിരായ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും വിമർശനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള നേതാവാണ് രാജു. പക്ഷേ അന്നും ചെന്നിത്തല ഉൾപ്പെടെ മറ്റ് പ്രധാന നേതാക്കളൊക്കെ മൗനം പാലിക്കുന്നതാണ് കണ്ടത്. സമുദായ നേതാക്കളെ പിണക്കിയാൽ തങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമോ എന്ന പേടിയിലായിരുന്നു അവർ.